നമസ്കാരം. ലൈവ് 6 ആരംഭിക്കുന്നു. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ചാവേർ ആക്രമണത്തിൽ വിറങ്ങലിച്ച് പാകിസ്ഥാൻ. ഇസ്ലാമാബാദിലെ സ്ഫോടനത്തിൽ 69 മരണം, 107 പേർക്ക് പരിക്ക്. ആക്രമണമുണ്ടായത് ഷിയ പള്ളിക്ക് സമീപം. വെള്ളിയാഴ്ച നമസ്കാരത്തിനിടെ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ മറുപടിയുമായി CPM ജില്ലാ നേതൃത്വം. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിലുള്ളത് മധുസൂദനോടുള്ള പക. പുസ്തക പ്രകാശന ചടങ്ങ് CPM വിരുദ്ധരുടെ സംഗമമായി. ഫണ്ട് തട്ടിയെന്ന ആരോപണം ഭാവനാ സൃഷ്ടിയെന്നും KK രാഗേഷ്. താൻ പാർട്ടി വിരുദ്ധനായത് എങ്ങനെയെന്ന് നേതൃത്വം പറയണമെന്ന് കുഞ്ഞികൃഷ്ണൻ. പാർട്ടിക്കുള്ളിലെ പോരാട്ടം ഫലം കണ്ടില്ലെന്നും വിശദീകരണം. യുവാക്കളെ വാഹനമിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നടൻ മണിയൻ പിള്ള രാജു അറസ്റ്റിൽ. അപകടം രാത്രി വഴുതക്കാട്. ഭയം കാരണമാണ് നിർത്താതിരുന്നതെന്ന് വിശദീകരണം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. തിരുവല്ലയിൽ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന് സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. കാപ്പ കേസ് പ്രതി മരണസുബിനും 3 കൂട്ടാളികളും അറസ്റ്റിൽ. കിളിമാനൂരിൽ പാർക്കിംഗ് തർക്കത്തിന്റെ പേരിൽ യുവതിയുടെ കൈവെട്ടി അമ്മാവൻ. ഗുരുതരാവസ്ഥയിൽ യുവതി മെഡിക്കൽ കോളേജിൽ. CJ റോയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ SIT. ദുബായിലേക്കും കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കേരളത്തിലെ പദ്ധതികളും പരിശോധിക്കുന്നു. റോയിയുടെ കോൾ റെക്കോർഡ് ശേഖരിച്ചു. 20 പേരുടെ മൊഴി രേഖപ്പെടുത്തി. ജോസഫ് വിഭാഗത്തെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി. UDF-ൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ്. തയ്യാറായി വന്നാൽ ജോസഫ് ഗ്രൂപ്പിന് സംരക്ഷണം ഒരുക്കുമെന്നും ജോസ് കെ മാണി. ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖലാ വികസന മുന്നേറ്റ യാത്രയ്ക്ക് തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് UDF. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ തുടക്കം. കേരളത്തെ വീണ്ടെടുക്കണമെന്ന മുദ്രാവാക്യവുമായി 1 മാസം നീളുന്ന സംസ്ഥാന പര്യടനം. 2 ദിവസത്തെ സന്ദർശനത്തിനായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ കേരളത്തിൽ. ഇടത് വലത് മുന്നണികൾക്ക് വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഴ്ചയിൽ തിരുത്തലുണ്ടാകുമെന്ന് ബിനോയ് വിശ്വം. പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുകയും തിരുത്തേണ്ടവയെ തിരുത്തുകയും ചെയ്യും. അതാണ് ഇടതുപക്ഷം. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്കേ പറ്റൂ. ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടെടുക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ന്യൂസ് 18നോട്. നികുതി വെട്ടിപ്പിൽ നടൻ വിജയ്ക്ക് തിരിച്ചടി. ആദായ നികുതി വകുപ്പ് ചുമത്തിയ 1.5 കോടി രൂപയുടെ പിഴ മദ്രാസ് ഹൈക്കോടതി ശരിവെച്ചു. വിജയ് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. പിഴ ചുമത്തിയത് 2015-16 സാമ്പത്തിക വർഷത്തിൽ 15 കോടി രൂപയുടെ അധിക വരുമാനം വെളിപ്പെടുത്തിയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന്. ലൈവ് 6ലേക്ക് വിശദമായി. ചാവേർ സ്ഫോടനത്തിൽ ഞെട്ടി പാകിസ്ഥാൻ. ഇസ്ലാമാബാദിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 69 പേരാണ് കൊല്ലപ്പെട്ടത്. 107 പേർക്ക് പരിക്കേറ്റു. VR കാർത്തിക് വിവരങ്ങൾ നൽകും. അതിനു മുമ്പ് ദൃശ്യങ്ങളിലേക്ക്. PR കാർത്തിക് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ തയ്യാറാണ്. കാർത്തിക്, എന്താണ്, എപ്പോഴാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
എൽദോ, പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഷഹസാദ് നഗരത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ചാവേർ സ്ഫോടനമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിയ പള്ളിയുടെ കവാടത്തിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായത്. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനാ നമസ്കാരങ്ങൾക്കായി വലിയ തിരക്കായിരുന്നു ഈ പള്ളിയിൽ. ആ തിരക്കുള്ള സമയത്താണ് ഇത്തരത്തിൽ ചാവേർ പള്ളിയുടെ സമീപം എത്തി സ്വയം പൊട്ടിത്തെറിച്ചത്. ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചാവേർ പള്ളിക്ക് സമീപം എത്തിയപ്പോൾ ഇയാളെ തടഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ബോംബ് ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനമാണ് ഇസ്ലാമാബാദിൽ ഉണ്ടായിരിക്കുന്നത്. 69 പേർ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. 170 പേർക്ക് പരിക്കുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ വലിയ സ്ഫോടനം കഴിഞ്ഞ 3 മാസത്തിനിടെ ഇത് രണ്ടാമത്തെ ചാവേർ സ്ഫോടനമാണ് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് ഷിയ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കാരണം തർലായ് ഏരിയയിലെ ഇമാംബർഗിൽ നേരത്തെയും സ്ഫോടനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു സംഭവം വളരെ അപ്രതീക്ഷിതമായിരുന്നു. അതും വെള്ളിയാഴ്ച ഇത്തരത്തിലൊരു സംഭവം വളരെ അപ്രതീക്ഷിതമാണ് അവർക്ക്. കാരണം ഷിയ മുസ്ലിങ്ങൾ ഒത്തുകൂടുകയും അവരുടെ ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇമാംബർഗ. പാകിസ്ഥാൻ ഒരു സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമാണ്. സ്വാഭാവികമായും ഷിയകൾ അവിടെ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പലപ്പോഴും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനത്തെയും അത്ര ഗൗരവത്തോടെയാണ് പാകിസ്ഥാൻ എടുക്കുന്നത് എന്നതാണ് പാകിസ്ഥാനിലെ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും ഈ സ്ഫോടനത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ മനുഷ്യത്വരഹിതമാണ് എന്നാണ് ആസിഫ് അലി സർദാരിയുടെ പ്രതികരണം. അതോടൊപ്പം തന്നെ മറ്റൊരു പശ്ചാത്തലം, ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇസ്ലാമാബാദിൽ എത്തിയ സന്ദർഭത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് എന്നതാണ് മറ്റൊരു പശ്ചാത്തലം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പല സംശയങ്ങളിലേക്കും കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. എന്തായാലും ചാവേർ സ്ഫോടനമുണ്ടായിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ എല്ലാ സംശയങ്ങളും വിരൽ ചൂണ്ടുന്നത് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ, അതായത് അവിടെയുള്ള നിരോധിത ഒരു സംഘടനയാണ്. അവരാണ് ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കുന്നു. കാരണം ഷിയ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനത്തിൻ്റെയും പിന്നിൽ അവരാണ് എന്ന സംശയമാണ് ബലപ്പെടുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പിന്തുണ ഇതിന് ഉണ്ടോ എന്ന തരത്തിലും സംശയങ്ങൾ ബലപ്പെടുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും ശക്തമായി പുരോഗമിക്കുകയാണ്. കൃത്യമായ അന്വേഷണത്തിന് പാക് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നു. കുറ്റവാളികളെ കണ്ടെത്തുമെന്നും ശിക്ഷിക്കുമെന്നുമാണ് പാക് ഭരണകൂടം പറയുന്നത്. പക്ഷേ അപ്പോഴും ചാവേർ സ്ഫോടനത്തിൻ്റെ പിന്നിൽ ആര് എന്ന് കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. വലിയൊരു സ്ഫോടനമാണ്. അതായത് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിനെ ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. 69 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ കൂടുതൽ ഉയരാം ഈ മരണസംഖ്യ എന്നും ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. 170ഓളം പേർക്ക് പരിക്കുണ്ട്. ഈ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പള്ളിയിൽ കൂടിയ വിശ്വാസികൾ അവർ ചിതറിയോടി. അത്തരത്തിലും ഈ പള്ളിയുടെ സമീപമുള്ള ഗാർഡനിലൊക്കെ മൃതശരീരങ്ങൾ ചിതറിക്കിടക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നേരത്തെയും സമാനമായ സംഭവം 3 മാസത്തിനു ഇടെ കഴിഞ്ഞ നവംബറിൽ ഇത്തരത്തിൽ ഒരു ചാവേർ സ്ഫോടനം അത് ഇസ്ലാമാബാദിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ 12 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അന്ന് ഇസ്ലാമാബാദിൻ്റെ ജുഡീഷ്യൽ കോംപ്ലക്സിലായിരുന്നു ചാവേർ സ്ഫോടനം ഉണ്ടായത്. സമാനമായ രീതിയിലാണ് ഇപ്പോഴും ഒരു ഉഗ്രസ്ഫോടനം പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 69 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒപ്പം 170ഓളം പേർക്ക് ജീവൻ നഷ്ടമായി. 100-ലേറെ പേർക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തു. 107 പേർക്കാണ് പരിക്കേറ്റത്. നിലവിൽ ഇത് ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് വി ആർ കാർത്തിക് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം വഴുതക്കാട് കാർ ഇടിച്ച് 2 ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റതിൽ നടൻ മണിയൻപിള്ള രാജു അറസ്റ്റിലായി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ മണിയൻപിള്ളയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഭയം കാരണമാണ് വാഹനം നിർത്താതിരുന്നതെന്നാണ് മണിയൻപിള്ള രാജുവിന്റെ മൊഴി. പരിക്കേറ്റ യുവാക്കളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു.
ഇന്നലെ രാത്രി 9:30യോടെയാണ് ട്രിവാൻഡ്രം ക്ലബിന് സമീപത്ത് നിന്ന് അദ്ദേഹം ജവഹർ നഗറിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുന്ന വഴിയാണ് മണിയൻപിള്ള രാജുവിൻ്റെ ഈ വാഹനം അതുവഴി എതിർ ദിശയിൽ വരികയായിരുന്ന ഒരു ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ചത്. ആ വാഹനം ഇടിച്ച് 2 യുവാക്കൾ നിവേദിത് കൃഷ്ണ സൂരജ് എന്നീ 2 യുവാക്കൾക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ 2 ആശുപത്രികളിലേക്ക് മാറ്റി. പക്ഷേ ഈ വാഹനം നിർത്താതെ പോയി. തുടർന്ന് ഈ വാഹനത്തിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മണിയൻപിള്ള രാജുവിൻ്റെ വാഹനമാണ് ഇതെന്ന് തിരിച്ചറിയുന്നത്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വലിയ തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വാഹനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ റോഡിൻ്റെ 2 വശങ്ങളായി ചിതറിക്കിടക്കുകയാണ് വഴുതക്കാട്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് മണിയൻപിള്ള രാജു തന്നെ പരസ്യമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്. അതായത് തൻ്റെ വാഹനമാണ്, താനാണ് ഓടിച്ചിരുന്നത്, പക്ഷേ താൻ പാനിക്കായി പോയി വാഹനം ഇടിച്ച ശേഷം അതുകൊണ്ടാണ് നിർത്താതെ ജവഹർ നഗറിലേക്ക് പോയതെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മണിയൻപിള്ള രാജു 2 പ്രമുഖർക്കൊപ്പം എത്തിയത്. ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല, എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. സ്പീഡിൽ വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTVയിൽ കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഇവർ എന്തോ ഒരു ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡൻ്റ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടോ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറേഞ്ച് എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കോളാം എന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്. മ്യൂസിയം സ്റ്റേഷനിലെത്തി അദ്ദേഹം കുറ്റം സമ്മതിക്കുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയത്. തുടർന്ന് വീണ്ടും അദ്ദേഹത്തെ സംഭവസ്ഥലത്ത് എത്തിച്ച് പിന്നീട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ മണിയൻപിള്ള രാജുവിനെ വിട്ടയച്ചിരിക്കുകയാണ്. നിലവിൽ 2 വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 281, 125A, അതോടൊപ്പം മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 134A, 134B ഈ വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പെട്ടെന്ന് ഈ അപകടമുണ്ടായ ഉടൻ പാനിക്കായി പോയതിനാലാണ് വാഹനം നിർത്താതെ പോയത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സ്റ്റേഷനിലും ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അദ്ദേഹം അക്കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റ 2 യുവാക്കൾ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാളുടെ കാലിനും മറ്റൊരാളുടെ കഴുത്തിലും നട്ടലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ്. അതേസമയം അദ്ദേഹം മദ്യപിച്ചാണോ വാഹനം ഓടിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വലിയൊരു വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത്. അതായത് അപകടമുണ്ടായി 8 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം സ്റ്റേഷനിലെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. 8 മണിക്കൂറിനകത്ത് പരിശോധന നടത്തിയാൽ മാത്രമേ അത്തരത്തിൽ ആൽക്കഹോളിക് കണ്ടന്റ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതിനുള്ള സാധ്യത ഇല്ലാതായിരിക്കും. എന്തായാലും തുടരന്വേഷണം മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യയിൽ ദുബായിലും കേരളത്തിലും അന്വേഷണം വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ വിവിധ പദ്ധതികളും SIT പരിശോധിച്ചു വരികയാണ്. അന്വേഷണത്തിനായി SIT നാളെ കൊച്ചിയിലെത്തും. റോയിയുടെ 3 മാസത്തെ കോൾ റെക്കോർഡ് ശേഖരിച്ച SIT റോയുമായി നിരന്തരം ബന്ധപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കി. ഇതുവരെ 20 പേരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. CJ റോയുടെ ഫോൺ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. അതിൽ റോയുമായി സ്ഥിരമായി സംസാരിക്കുന്ന നമ്പറുകളുടെ ഒരു പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവരെ അടുത്ത സുഹൃത്തുക്കളും ബിസിനസ് പങ്കാളികളും ഉൾപ്പെടെ ഏകദേശം 20 പേരെയാണ് SIT ചോദ്യം ചെയ്തത്. ഇവരിൽ നിന്നെല്ലാം ലഭിച്ച വിവരമനുസരിച്ച് റോയിക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. സാധാരണ പോലെ സന്തോഷത്തോടു കൂടിയാണ് പെരുമാറിയത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യയുടെ ഞെട്ടലിലാണ് ഇപ്പോഴും സഹപ്രവർത്തകർ. റോയി ഒരിക്കലും തന്റെ വിഷമങ്ങൾ ആരുമായും പങ്കുവച്ചിരുന്നില്ല. ആത്മഹത്യയ്ക്ക് നയിക്കേണ്ട ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ല എന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന മൊഴി. എന്നാൽ റോയി ബംഗളൂരിൽ വിഷാദ രോഗത്തിന് ചികിത്സ തേടിയ വിവരം കുടുംബം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നുമുണ്ട്. SIT ബോർഡ് ഡയറക്ടർമാരെയും കുടുംബാംഗങ്ങളെയും വീണ്ടും ചോദ്യം ചെയ്യും. അവസാന ബോർഡ് മീറ്റിംഗിൽ ആരെല്ലാം പങ്കെടുത്തു, ഏതെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്തു, ആ യോഗത്തിൽ റോയിയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, IT റെയ്ഡിന് ശേഷം ഏതെങ്കിലും മീറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്നിവയെക്കുറിച്ചാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും അന്വേഷിക്കുന്നത്. മാനസിക വിഷമത്തിലായതിനാൽ ചോദ്യം ചെയ്യലിന് കുടുംബാംഗങ്ങൾ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. SIT നാളെ കൊച്ചിയിലെത്തും.
കേരളത്തിൽ നിരവധി പദ്ധതികൾ നടത്താനായിരുന്നു റോയ് തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റിന്റെ ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കും. കമ്പനിയിലെ നിക്ഷേപകരുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കും. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ ചുമതലക്കാരനായ TA ജോസഫിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യും. ഇങ്ങനെ ഒരു റെയ്ഡിലേക്ക് നയിച്ച കാരണമാണ് അന്വേഷണ സംഘം കണ്ടെത്തുക. കടം വാങ്ങാതെയാണ് പ്രൊജക്ടുകൾ നടത്തുന്നത് എന്നാണ് റോയ് പലതവണ പറഞ്ഞിരിക്കുന്നത്. ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്ന പതിവുമില്ല. ഇതൊന്നുമില്ലാതെ വമ്പൻ പ്രോജക്റ്റുകൾക്ക് എങ്ങനെയാണ് റോയ് പണം കണ്ടെത്തുന്നത് എന്നതും SIT സംഘത്തിന്റെ പരിശോധനയിലുണ്ട്. പത്തനംതിട്ട തിരുവല്ലയിൽ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന്റെ പേരിൽ സ്പാ ജീവനക്കാരെ കൂട്ടബലാത്സംഗം ചെയ്തു. കാപ്പ കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്നാണ് ബലാത്സംഗം ചെയ്തത് എന്നാണ് പരാതി. സംഭവത്തിൽ മരണ സുബിൻ എന്ന സുബിൻ അലക്സാണ്ടറും 3 പേരും അറസ്റ്റിലായി. 3 പ്രതികൾ ഒളിവിലാണ്. ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്പാ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയെ കാപ്പ കേസിലെ പ്രതിയും നിരവധി കേസുകളിലെ പ്രതിയുമായ ഈ മരണ സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ ഈ ഓഫീസിലെത്തി, ഈ സ്ഥാപനത്തിലെത്തിയതിനു ശേഷം സുബിനും കൂട്ടാളികളും ചേർന്ന് പീഡിപ്പിക്കുന്നത്. എന്തായാലും ഗുണ്ടാപ്പിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അവസാനം ബലാത്സംഗത്തിലേക്ക് എത്തിയത്. ഈ പണം നൽകാൻ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. പല തവണ ഈ സ്ഥാപനത്തിലെത്തി പണം നൽകാൻ, ഗുണ്ടാപ്പിരിവ് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകാത്തതിനെ തുടർന്നാണ് ഫെബ്രുവരി 2-ാം തീയതി ഉച്ചയ്ക്ക് സുബിനും കൂട്ടുകാരും അവിടെ എത്തുന്നത്. 6 പേർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയതിനു ശേഷം ഈ പണം ആവശ്യപ്പെടുന്നു. പണം നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പിന്നീട് ഈ ജീവനക്കാരിയെ കഴുത്തിൽ കത്തി വെച്ചതിന് ശേഷം ഈ സുബിൻ അലക്സാണ്ടർ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ എടുക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയ രീതിയിൽ ഇവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ആ സമയം ആ സ്ഥാപനത്തിലേക്ക് എത്തിയ ഒരു കസ്റ്റമറിനെയും ഇവർ ഭീഷണിപ്പെടുത്തി. നിലവിലത്തെ സാഹചര്യത്തിൽ നിരവധി കേസുകളിലെ കാപ്പ കേസിലെ പ്രതിയാണ് സുബിൻ അലക്സാണ്ടർ. പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രതിയാണ്. എന്തായാലും ഈ സുബിൻ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം ഈ പ്രതികൾ രക്ഷപ്പെടുകയുണ്ടായി. 3 പേരെയാണ് ഇത് സംബന്ധിച്ച് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഈ സുബിന് എതിരെ നിരവധി കേസുകളും തിരുവല്ലയിലുണ്ട്. എന്തായാലും ഈ ജീവനക്കാർ ഈ കാര്യം, ഈ പീഡനത്തിന് ശേഷം ഇവർ പുറത്തു പറയാൻ മടി കാണിച്ചിരുന്നു. പിന്നീട് പോലീസ് ഈ വിവരം അറിയുകയും തുടർന്ന് SP-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കേസ് നേരിട്ടെടുക്കുകയും ചെയ്തത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 3 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കിയുള്ള പ്രതികൾക്കായി ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും സുബിൻ അടക്കമുള്ള 3 പേരെയാണ് നിലവിൽ ഈ പീഡന കേസുമായി, ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം കിളിമാനൂരിൽ യുവതിയുടെ കൈവെട്ടി പരിക്കേൽപ്പിച്ച അമ്മാവൻ. സ്കൂട്ടർ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് ക്രൂരത. കിളിമാനൂർ സ്വദേശി സിന്ധുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ അമ്മാവൻ മണിക്കൂട്ടനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ആലപ്പുഴ മാവേലിക്കരയിൽ മദ്യലഹരിയിൽ ഔദ്യോഗിക വാഹനമോടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ. ചെങ്ങന്നൂർ DYSP ജില്ലാ പോലീസ് മേധാവിക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറി. വാഹനം ഓടിച്ചത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് റിപ്പോർട്ടിലുണ്ട്. സംഭവത്തിന് പിന്നാലെ അനധികൃത അവധിയിൽ പോയി മാന്നാർ സ്റ്റേഷനിലെ ഡ്രൈവറായ സ്വരാജ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനായിരുന്നു. പയ്യന്നൂർ MLA TA മധുസൂദനോടുള്ള വി കുഞ്ഞികൃഷ്ണന്റെ പകയാണ് പുസ്തകത്തിലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. രക്തസാക്ഷി ഫണ്ടിനായി ബഹുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ടില്ല. CPM വിരുദ്ധരുടെ സംഗമമായിരുന്നു പുസ്തക പ്രകാശന ചടങ്ങ്. പകയുടെ കണക്ക് പുസ്തകം എന്നായിരുന്നു പുസ്തകത്തിന് പറ്റിയ പേരെന്നും KK രാഗേഷ് പറഞ്ഞു. ആ പുസ്തക പ്രകാശന ചടങ്ങ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലായി. CPM വിരുദ്ധരുടെ ഒരു ഒത്തുചേരലായിട്ടാണ് പയ്യന്നൂരിൽ ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പം അത് പുസ്തക പ്രകാശനം ചെയ്തയാൾ ജോസഫ് C. മാത്യു. അയാൾക്ക് CPM-ആയിട്ടൊരു ബന്ധമില്ല. ഏതെങ്കിലും കാലത്ത് CPM-ന്റെ ഏതെങ്കിലും അയലത്തൂടെ മറ്റേ പോയോന്ന് എനിക്കറിയില്ല. CPM-ഉമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ജോസഫ് C. മാത്യു. ഞങ്ങളെ ഉപദേശിച്ചിട്ട് നന്നാക്കാൻ വേണ്ടി വരണ്ട, അയാളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ പുസ്തകത്തിൽ ഉടനീളം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞതിനുള്ള ഏക ലക്ഷ്യം എന്താ? ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കും. TA മസൂദൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹത്തെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്നതിന് വേണ്ടി
അദ്ദേഹത്തോടുള്ള പകമൂത്ത് അന്ധത ബാധിച്ച വിധത്തിലാണ് ആ പുസ്തകം വന്നിട്ടുള്ളത്. അതിൽ തുടക്കം മുതൽ നിങ്ങളൊന്ന് നോക്കിയട്ടെ. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന് മറുപടിയുമായി വി കുഞ്ഞികൃഷ്ണൻ. പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തത് CPM വിരുദ്ധരാണെന്ന് പയ്യന്നൂരിലെ CPMകാർ പറയട്ടെ. തട്ടിപ്പിനെതിരെ പാർട്ടിക്കുള്ളിൽ നടത്തിയ പോരാട്ടം ഫലം കാണാത്ത ഘട്ടത്തിലാണ് ജനങ്ങളോട് സംസാരിച്ചത്. ഇത് വ്യക്തിപരമായ വിരോധമാണ് എന്ന് വരുത്തി തീർക്കാനാണ് CPM നേതൃത്വം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആ ചടങ്ങ് CPM വിരുദ്ധരുടെ ഒരു ഒത്തുചേരലായി മാറി എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ആ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും CPM വിരുദ്ധരാണ് എന്ന് പയ്യന്നൂരിലെ CPMൻ്റെ നേതാക്കന്മാർക്ക് പറയാൻ സാധിക്കുമോ എന്ന മറുചോദ്യമാണ് എനിക്കുന്നയിക്കാനുള്ളത്. ഇത് വ്യക്തിപരമായ ഒരു വിരോധമായി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നേരത്തെ TI മധുസൂദനാണ് നടത്തിയത് എങ്കിൽ ഇപ്പോൾ പാർട്ടി നേതൃത്വവും അതിന് കൂട്ടുനിൽക്കുന്നു എന്നതാണ്. ജോസഫ് വിഭാഗത്തെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി UDFൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും ജോസഫ് ഗ്രൂപ്പിന് സംരക്ഷണം ഒരുക്കും എന്നുമാണ് ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം. UDF സീറ്റ് വിഭജനത്തിൽ ജോസഫ് ഗ്രൂപ്പ് അവഗണന നേരിടുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക രാഷ്ട്രീയ നീക്കം. അതിനകത്ത് ഇപ്പം അവർക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു രക്തത്തിൻ്റെ ഭാവമാണ് അവരും. അപ്പോൾ പണ്ടൊന്ന് നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തിരുന്നു. അതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു. പക്ഷേ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സംരക്ഷണം കൊടുക്കാം. തറവാട്ടിലേക്കല്ല, നമുക്ക് സംരക്ഷണം കൊടുക്കാം. ഇത് പറയുമ്പോൾ ചിലപ്പം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അവർ പറഞ്ഞിരിക്കും. അപ്പോൾ അവരുടെ തീരുമാനമാണ്. ഏതൊക്കെയാലും അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചു. LDFിലേക്ക് വന്നാൽ സ്വീകരിക്കുമെന്ന് തന്നെയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവർ പറയട്ടെ. ഏതൊക്കെയാലും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ട് എന്നറിയാം. അപ്പം ഞങ്ങളുടെ കൂടെ തറവാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത് അത് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉന്നതാധികാര സമിതി അംഗവും മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായ സെക്രട്ടറിയുമായ TO എബ്രഹാമിനെ അഴിമതി കേസിൽ ശിക്ഷിച്ച നടപടി ഹൈക്കോടതി ശരിവെച്ചു. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടെ വിധിയാണ് ഹൈക്കോടതി ശരിവെച്ചത്. കുലശേഖരം ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ കരാറുകാരനാണ് TO എബ്രഹാം. ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടെടുക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഴ്ചയുണ്ടായി, തിരുത്തൽ വരുത്തി മുന്നോട്ടു പോകും. വീഴ്ച സമ്മതിക്കാതിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നും ന്യൂസ് 18 കേരളത്തിന് നൽകിയ അഭിമുഖത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. പക്ഷെ അത് ജനവിധിയെ കുറച്ച് കാണുന്നതിന് തുല്യമായിരിക്കും. ഇല്ല, ജനവിധിയെ മാനിക്കും. ജനങ്ങളുടെ വിധിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നത്, ഇടതുപക്ഷം മാനിക്കുന്നത്, LDF മാനിക്കുന്നത്. അവരെക്കാളും വലിയ ഒരു വിധികർത്താക്കൾ ഞങ്ങൾക്കില്ല. CPI അങ്ങനെ പറയുമ്പോൾ ഞാനിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത് ജനങ്ങൾക്ക് മനസ്സിലുണ്ടായ ഒരു തോന്നലല്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ്. അത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് ചെയ്തതാണെന്നാണ്. അല്ലാതെ ജനങ്ങൾക്ക് ഒരു തെറ്റായ ബോധ്യവും സർക്കാരിനെ കുറിച്ച് ഇല്ല എന്നാണ്. അങ്ങനെ വരുമോ? അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ LDFന്റെ സംഘടനാ സംവിധാനത്തിന് അപ്പുറം മുഴച്ചു നിൽക്കുന്ന എന്താണുള്ളത്? ഈ മാധ്യമങ്ങളെ കുറ്റം പറയുകയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചാരണങ്ങൾ എന്ന് പറയുകയും അങ്ങനെയാണെങ്കിൽ തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല LDF എന്നാണ്. അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും ജനക്ഷേമ ഭരണത്തിൻ്റെ 10 വർഷം കഴിഞ്ഞുപോയി. അവർക്ക് ഈ മുന്നണി നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കി മുന്നണിയെപ്പറ്റി ചെറിയ ചില വിമർശനങ്ങളുമുണ്ട്. അത് ഞങ്ങൾ കാണും. തൃശൂർ നന്നംമുക്ക് പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിന് തീപിടിച്ചു. രാത്രി 10 മണിക്കും പുലർച്ചെ 3 മണിക്കും ഇടയിലാണ് തീപിടുത്തമുണ്ടായത്. നമ്പ്ലാട്ട് ഗോപാലപ്പണിക്കരുടെ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പഞ്ചായത്തിന്റെ MCFലാണ് തീപിടുത്തമുണ്ടായത്. ഈ വീട്ടിലെ ബിരാജ് എന്ന യുവാവിനും തീ അണയ്ക്കാൻ ശ്രമിച്ച നാട്ടുകാർക്കും ശാരീരിക അസ്വസ്ഥതയുണ്ടായി. ബിരാജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ചികിത്സ നൽകി. ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായി അണച്ചത്. ബോധപൂർവ്വം തീയിട്ടതാണെന്നാണ് സംശയം. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.
സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ജിടെക് എഡ്യൂക്കേഷന് ഇനി പുതിയ മുഖം. 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ജിടെക് പുതിയ ലോഗോയുമായി എത്തുന്നത്. ഫെബ്രുവരി 10-ാം തീയതി വൈകിട്ട് 6 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ജിടെക് at 25 മെഗാ ഡ്രോൺ ഷോയിൽ ലോഗോ ലോഞ്ച് ചെയ്യും. AI റോബോട്ടിക്സ്, XR, ഗെയിം ഡെവലപ്മെന്റ്, SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ തുടങ്ങി അതിനൂതന സാങ്കേതിക കോഴ്സുകൾ ഇന്റേൺഷിപ്പോട് കൂടി പഠിക്കാൻ അവസരം നൽകിയാണ് ജിടെക് പുതിയ രൂപത്തിലേക്ക് മാറുന്നത്. മാറുന്ന സാങ്കേതിക വിദ്യയോട് ഒത്ത് ജിടെക് മാറുകയാണെന്ന് ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് മണലൊടി പറഞ്ഞു. പാലക്കാട് കുഴൽമന്ദം ആസ്ഥാനമായ ധർമ്മപ്രിയ ഫിനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 7ാമത് ബ്രാഞ്ച് ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചാലക്കുടി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. ചന്ദ്രനും ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ധർമ്മപ്രിയ ഫിനാൻസിംഗ് കമ്പനി ഡയറക്ടർ മൈത്രി സൂര്യനാഥ് അധ്യക്ഷത വഹിച്ചു. സ്വർണ്ണ വായ്പ, പ്രോനോട്ട് വായ്പ, മോർഗേജ് വായ്പ, ഭവന വായ്പകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ നൽകുന്നതായി ധർമ്മപ്രിയ ഫിനാൻസിംഗ് കമ്പനി അധികൃതർ അറിയിച്ചു. സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,965, പവന് 1,11,720. 18 ക്യാരറ്റ് ഗ്രാമിന് 11,545, പവന് 92,360. വെള്ളി ഗ്രാമിന് 275 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അധികം കണ്ണിൽപ്പെടുന്നത് ആൾതാമസമില്ലാത്ത വീടുകളും അവയ്ക്ക് മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന വിൽക്കാനുണ്ട് എന്ന ബോർഡുകളുമാണ്. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ തെരുവുകളിൽ ഈ കാഴ്ച ഒരു സ്ഥിരം ദൃശ്യമായി മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് മലയാളിയുടെ ഏറ്റവും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.